ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. ആദ്യം തന്നെ ഞാനിതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറും കൊടുക്കാം, എന്നാലും ബ്ലാക്ക് കളർ കൊടുക്കുമ്പോഴാണ് ഇത്തിരിയും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ബ്ലാക്ക് കളറിലെ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതൊന്ന് കളർ ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് തന്നെ കളർ ചെയ്തെടുക്കുക. കാർഡ്ബോർഡിൻ്റെ ഇതേപോലെ ആ കയറി ഇറങ്ങിയുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എടുക്കുകയാണെങ്കിലാണ് ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവുക. പ്ലെയിൻ ആയിട്ടുള്ളതിനേക്കാളും ഇത്തിരി കൂടി കാണാനൊക്കെ ഭംഗി അതായിരിക്കും. പെയിൻ്റ് അടിച്ച് കൊടുക്കുമ്പോൾ നല്ല കളറിൽ അടിക്കുകയാണെങ്കിലാണ് നല്ല ഭംഗി ഉണ്ടാവുക. വെള്ളം ചേർത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി നരച്ച പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കളർ ചെയ്ത് ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മെഡിസിൻ്റെ കവറുകളാണ്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മെഡിസിൻ്റെ കവർ നമുക്ക് അത് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ പേപ്പർ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2-3 പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മെഡിസിൻ്റെ ഞാൻ ഒരു കവർ എടുത്തത്. അപ്പോൾ അത് തന്നെ വേണം എന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് ചെയ്യുക. സാധാരണ കളർ പേപ്പർ വെച്ചിട്ട് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കാം, പ്ലാസ്റ്റിക് കിറ്റുകൾ വെച്ചിട്ടായാലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഗുളികയുടെ കവറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇതുപോലെ ഒട്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ പശ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ 3 എണ്ണമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഇരിക്കുമ്പോൾ ആ ഒരു ഇതളുകൾ എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഉള്ളതനുസരിച്ചിട്ട് എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ നടുക്ക് അടിച്ചു കൊടുക്കുന്നത് യെല്ലോ കളറും ആ ചുറ്റിനുള്ളതിന് അടിച്ചു കൊടുക്കുന്നത് മജന്ത കളറുമാണ്. അപ്പോൾ മജന്ത തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരിയും കൂടി എടുത്തറിയാനായിട്ട് അതാണ് നല്ലത്. റെഡ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഭയങ്കര ഡാർക്കായിട്ടുള്ള റെഡാണ്. അപ്പോൾ അതിങ്ങനെ ബ്ലാക്കും ഇരിക്കുമ്പോൾ അധികം അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ലൈറ്റ് കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫോം ഷീറ്റാണ്, സിൽവർ കളറാണ്. അതുമേലേക്ക് നമുക്ക് ഇതേപോലെ ഹോം എന്ന് എഴുതിയിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കാം കേട്ടോ. പിന്നെ അതോടൊപ്പം ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള പിക്കുകൾ അയക്കാനുള്ള മെയിൽ ഐ ഡിയും ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. മെയിൽ ഐ ഡി വഴി ആർക്കെങ്കിലും അയക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലോണം ശ്രദ്ധിച്ചൊക്കെ പയ്യെ കട്ട് ചെയ്തെടുത്താൽ മതി, നല്ല നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് സ്പീഡാക്കി ഇട്ടാക്കണതാണ്. ഞാൻ ശരിക്കും നല്ലോണം ടൈം എടുത്ത് നല്ല ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത്തിരി കട്ടിയിലൊക്കെ ഇരിക്കണോണ്ട് വേഗം ചെയ്തെടുക്കാനായിട്ട് പറ്റും. കളർ പേപ്പറിനേക്കാളൊക്കെ നന്നായിട്ടൊരു കട്ടി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദൂരെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഹോം എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കയറ്റിയൊക്കെ വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് എന്തെങ്കിലും ഒരു റൈറ്റിംഗ് വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലാണ് ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ ഈ ഹോം എന്നുള്ളത് മാത്രം സിംഗിളായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു നടുക്ക് വരുന്ന രീതിയിൽ ഒട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് ഭാഗം ഇങ്ങനെ താഴത്തേക്ക് ഒഴിഞ്ഞെടുക്കില്ലേ. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കീസൊക്കെ ഇട്ട് വെക്കാനുള്ള ആ ഒരു ഹോൾഡർ കൂടി പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ കീയൊക്കെ അതുമ്പോൾ തൂക്കിയിടാവുന്നതാണ്. ഞാനിപ്പോൾ അത് വെക്കണില്ല. പിന്നെ ഇതേപോലെ ഒരു ഗുളികയുടെ കവർ എടുത്തിട്ട് നമുക്ക് ഒരു കുറച്ച് ഇലകളും കൂടി വെച്ച് കൊടുക്കുക, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഗുളികയുടെ കവർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനൊക്കെ എളുപ്പത്തിന് സാധിക്കുന്ന ഒരു കവറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കുപ്പിയുടെ ആ ഒരു ഭാഗം വെച്ചിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കുപ്പിയുടെ അടപ്പനൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ആദ്യം തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടി വരട്ടെ. കാരണം ഫെവിക്കോളല്ലേ, അപ്പോൾ ഒട്ടി വരുമ്പോൾ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. എന്നാലേ നമുക്കത് ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇളകിയൊക്കെ പോരില്ലേ. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇളകി പോരുമ്പോൾ അതൊരു വിഷമമല്ലേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ കമൻറ്റും എഴുതാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. നമ്മളിതിനു മുമ്പ് ഒരുപാട് മെഡിസിൻ്റെ കവറുകൾ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. അതേപോലെ വാൾ ഡെക്കേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്, പല മോഡലിലുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കാണണേ. അപ്പോൾ നമ്മുടെ എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്, അതേപോലെ തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാണ്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ഐഡിയാസാണ് എപ്പോഴും നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോന് നിങ്ങൾ ലൈക്ക് തരുമ്പോഴാണ് എത്രത്തോളം ആ വീഡിയോ നല്ലതാണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അതോടൊപ്പം കമൻറ്റും എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തപ്പോൾ ഇത്തിരി കൂടി ഭംഗി തോന്നിക്കണില്ലേ? ഇതിലേക്ക് ഇത്തിരി ലൈറ്റ് കളർ കൊടുത്താൽ മതി. കാരണം എല്ലാം ഒരു ഡാർക്ക് കളർ ആയിരുന്നിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗി തോന്നിക്കില്ല. അപ്പോൾ ഞാൻ ഇത്തിരി ലൈറ്റ് കളറാണ് ഇത്, എന്നാലും ഇത്തിരി കൂടി ലൈറ്റുള്ള കളർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഐഡിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഐഡിയ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ ആയിട്ട് കാണാം. താങ്ക്